ഹായ് ഗായ്സ്, വെൽക്കം ടു തന്നൂസ് ഡെയിലി വ്ളോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് രാവിലെ ചെറുതനെ പോയായിരുന്നു കേട്ടോ. ചെറുതനെ പോയപ്പോഴത്തേക്കിനും കുഞ്ഞുമ്മ അവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മീൻ വെട്ടിയപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ഇന്ദുവിൻ്റെ മനസ്സിലൊരു പ്ലാൻ, നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ. ഓക്കെ, അപ്പം മീൻ പിടുത്തത്തിൻ്റെ ഒരു അപാരതം നിറഞ്ഞൊരു വ്ളോഗാട്ടോ. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇട്ട് കൊടുക്കാവോ? കവറിനകത്തോട്ട് കൈയിടാക്ക. ഇല്ല, ഇട്. നീ ആദ്യം ഇട്. അല്ല, ഒക്കെ ഇട്. ഇല്ല ഇല്ല, കാർത്തിയായിട്ട് മുന്നേ ഞാൻ പറയുന്നുണ്ടെന്ന് വിചാരിച്ചു മുന്നേ അങ്ങ് നടന്നു. രാവിലെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇലയട. ഇത് മറ്റേ ശർക്കര വെച്ചാണ്. ഇല്ലല്ല, പഞ്ചസാര തേങ്ങ. എന്നാ എനിക്ക് ശർക്കര വെച്ച ഒരു ശർക്കര അതിന്റെ ഒരു പകുതി ഒടിച്ചിങ്ങതാ. കഴിക്കണ്ട. അതെന്താ പഞ്ചസാര കൂടുതലുള്ളത്? ആ അതെ, എന്താ ഗൈസ് നോക്ക്, കണ്ടോ, നടുക്കാണ് പഞ്ചാര കൂടുതൽ. പഞ്ചാരല്ല, പഞ്ചസാര അല്ലേ? പഞ്ചസാര. അരി ഉഴുന്നു നാളത്തേക്കും ഇഡ്ഡലി ദോശ. മീൻകറി വെക്കാനാണ്, മീൻ പറ്റിക്കാനുള്ളത്. മീൻ മുളകിടും, പച്ചക്ക് മുളകിടും. ഉച്ചക്കത്തേക്കുള്ള കറിയാ. രാവിലെ കുഞ്ഞമ്മയുടെ ജോലിയെല്ലാം കഴിയും. ചീരത്തോരനുണ്ട്, കിഴങ്ങ് മെഴുക്കുവരട്ടിയുണ്ട്, മീൻ റെഡിയാകാനുള്ള സാധനം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ രാവിലത്തേക്ക് വരെ ഉള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഇനിയിപ്പം ചൂണ്ട ഇടാം എന്നുള്ളൊരു പ്ലാനില് നമ്മൾ പോയി ചൂണ്ട കൊളുത്തും നൂലും എല്ലാം വാങ്ങിച്ച് നമുക്കറിയാം അല്ലേ ഒക്കെ, നമുക്കറിയാവുന്നൊരു രീതിയിൽ കെട്ടി. ഇനി നമ്മൾ അതിനുള്ള ചില്ലി എടുക്കാൻ പോകും. ചില്ലി മുളം ചില്ലി എടുത്ത് ഇനിയും കെട്ടണം. കപ്പത്തണ്ട് വേറെ, മുളം ചില്ലി വേറെ. ദാണ്ടതാ മുളയാ നിക്കുന്നത്. യോ, ഇത് നമുക്ക് മുളം ചില്ലി കിട്ടി ഗൈസ്. മതി മതി മതി, നല്ലതാ. അത് വൃത്തിയാക്കി എടുത്താ മതി. വൃത്തിയാക്കി എടുക്കാം. ഇപ്പം തലയും കുത്തി കിടന്നേനെ ഗൈസ്. ഇനി ഇത് നമ്മള് വെട്ടി നിക്ക് വെട്ട്. കഷ്ടപ്പാടാണ്, വീട്ടിൽ പോലും ഇത്രയും പണിയെടുക്കത്തില്ല രാജാവേ. ക്ഷീണിച്ചോടാ? 2 കമ്പ് വെട്ടി വെള്ളം മേടിച്ചു തരാം. ഇത് തന്നെയാണോ ഇങ്ങനത്തെ കമ്പ് തന്നെയാണോ? ആ അതെയൊക്കെ. രമ്യ കുഞ്ഞമ്മയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നൂടെ. എടുക്കുവാണോ ഇത്? ഓക്കെ, ഓക്കെ. അത് വേണ്ട, ഇവിടം വെച്ച് അങ്ങ് മുറിക്കുക. അക്ക പിടിച്ചേക്കുന്ന ഇവിടം വെച്ച്. ഇത്ര മതിയോടാ? ഇങ്ങോട്ട് കൊണ്ടുവന്നെ, പിടിച്ചേ. ചൂണ്ട കിട്ടുക എന്തോ ആയി തീരുവോ എന്തോ. നമ്മൾ മുമ്പേ ആ ചൂണ്ട അങ്ങനെ തന്നെ ചെയ്ത് കൊളുത്ത് കെട്ടിയില്ലേ. ആ തിരി ഇതെന്ത് ഞങ്ങള് അവിടെ കണ്ടോ, അവിടെ ആദ്യം ഒന്ന് പോയി ഇട്ട് നോക്കാം എന്ന് കരുതുന്നു. നല്ല പോച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ദൈവമേ, നേരെ വിട്ടോ കേട്ടോ, നേരെ നേരെ. ആ ഇതിറങ്ങുന്നുണ്ടോ? ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് വാ. ഈ കാട്ടിൽ കൂടെ വേണം ഗൈസ് നമ്മൾ ഇറങ്ങാൻ. വാ ഇങ്ങോട്ട്. എന്തിനാ ഇങ്ങനൊക്കെ പറയും? ഇഷ്ടപോലെ പോച്ചാ. ദൈവമേ, ഇതിനകത്ത് വല്ലതും ഇരുന്നാ അറിയത്തില്ല. വാ, ഒരു കാര്യം, വാ, എന്നെ എടുത്തോ. വേണ്ട, എടുക്കണ്ട. നീ എന്തോ വരുന്നടി? ഒരുക്കുമല്ലേ? നങ്കയുടെ തല കുരുത്തിട്ട് നോക്കാം. അറിയത്തില്ല, നമുക്കൊരു ഇതും ഇല്ല, കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഗോതമ്പും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, അല്ലെങ്കിൽ പിന്നെ കോഴി വേസ്റ്റ് ആയിരിക്കണം. ഇത് കൊരുത്ത് വെച്ചേക്കുന്ന തന്നെ കറക്റ്റ് ആണോന്ന് അറിയത്തില്ല കേട്ടോ. നമുക്ക് ഇതൊന്നും വലിയ പിടുത്തമില്ല.
ചേട്ടന്മാരൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളതല്ലാതെ ഞാനപ്പോൾ ഇതിനകത്ത് മണ്ടക്കോട്ട് കയറി നിൽക്കട്ടെ. ഇത് ഫോണ് പോകല്ലേ. എന്താ എന്താ നീ അതിൻ്റെ കൂടെ പോവല്ലേ? കിടപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് പോന്ന ലുക്കൊക്കെ തോന്നുന്നുണ്ട്. കൊത്തുന്ന ഫീല് വരുന്നുണ്ടോ? വലിക്കുന്ന ഒരു ഫീല്. അങ്ങോട്ടോ? ഒഴുക്കൊണ്ട് തോന്നുന്നതായിരിക്കും. ആരും വലിച്ചില്ല. എടി ഈ ഇതിനകത്ത് തോട്ടിനകത്ത് മീനുള്ളതാണോ? അതിപ്പം ചോദിക്കേണ്ടവര് സെൻസ്. മീനില്ലാത്ത തോടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇങ്ങനത്തെ വേസ്റ്റ് അങ്ങോട്ട് ചെന്നപ്പോൾ സാധാരണ കൊത്തണ്ടേ. ഇത് അമ്മ കോമഡി ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു. അക്ക ഇവിടോട്ട് വന്ന് കിടക്ക്. നല്ല രസമുണ്ട്. പക്ഷെ പറ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു മീൻ കിട്ടിയിരിക്കുകയാണ്. എന്ത് പടി പള്ളത്തിയാണോ? പള്ളത്തി കാര്യം എന്തൊക്കെയാ? പെടക്കടാ. അല്ലല്ലോ പറഞ്ഞോട്ട് പെടക്കടാ. പിന്നെ അനങ്ങുന്നില്ല കേട്ടോ. അയ്യോ സ്മൃതി അടങ്ങിപ്പോ. അപ്പൊ നമുക്ക് സംബന്ധിച്ചിടത്തോളം ഇവനെന്ന് പറയുന്നത് നമ്മുടെ ആരാ? വലുതാ നമ്മുടെ. നമുക്കൊന്നും വലുതാ. കാരണം നമുക്ക് കിട്ടിയ ആദ്യത്തെ മീനാ. ഇതിനെ നമുക്ക് കൊല്ലാതെ ഫ്രെയിം ചെയ്ത് വെച്ചാലും. നമ്മൾ മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുഞ്ഞമ്മ ഉച്ചയ്ക്ക് തൂണിനെല്ലാം കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.